Welcome to Focus Area class. Yes, Block Elements. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മുടെ ഫോക്കസ് ഏരിയ രണ്ടെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കെമിക്കൽ പ്രോപ്പർട്ടീസ്, സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ആൽക്കലി മെറ്റൽസും അമോണിയ ലിക്വിഡും തമ്മിൽ പ്രവർത്തിക്കും. ഡീപ് ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ഉണ്ടാകും. അതിൻ്റെ കെമിസ്ട്രി എന്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ നമ്മൾ ചർച്ച ചെയ്തത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറാണ് ലിഥിയം. ലിഥിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ട് ഫോക്കസ് ഏരിയ കൂടെ ബാക്കിയുണ്ട്. അതിലെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ് സോഡിയം. സോഡിയത്തിന് ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. സോഡിയം ക്ലോറൈഡ്, കോസ്റ്റിക് സോഡ അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അങ്ങനെ ധാരാളം കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് വാഷിംഗ് സോഡ, മറ്റൊന്ന് ബേക്കിംഗ് സോഡ. നാലാമത്തെ ഫോക്കസ് ഏരിയ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. ഇന്ന് ചർച്ച ചെയ്യുന്നത് സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കോമ്പൗണ്ടുകളാണ്. ഓരോന്നായി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗീവ് ദ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ, വാഷിംഗ് സോഡ. അതിൻ്റെ കെമിക്കൽ നെയിം സോഡിയം കാർബണേറ്റ്. കെമിക്കൽ ഫോർമുല Na2. രണ്ട് സോഡിയം ഉണ്ട്. Na2CO3. Na2CO3. ഇത് ഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ 10H2O, ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്. ഇതാണ് വാഷിംഗ് സോഡ, അതായത് സോഡിയം കാർബണേറ്റ്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് സോഡിയം കാർബണേറ്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, കമേഴ്സ്യൽ പ്രിപ്പറേഷൻ, ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ. വ്യാവസായിക അടിസ്ഥാനത്തിൽ സോഡിയം കാർബണേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സോഡിയം കാർബണേറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് സോൾവേ പ്രോസസ് വഴിയാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, സോഡിയം കാർബണേറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ സോൾവേ പ്രോസസ്. സോൾവേ പ്രോസസ്, സോൾവേ പ്രോസസ്. ഈ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യം വളരെ എളുപ്പത്തിൽ സ്റ്റെപ്സ് ഒന്ന് കാണാം, അതിനുശേഷം ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ പഠിക്കണം. എന്തായാലും സ്റ്റെപ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ അമോണിയ സൊല്യൂഷൻ ടു ഗെറ്റ് അമോണിയം കാർബണേറ്റ്. അമോണിയ സൊല്യൂഷനിലൂടെ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യും. അപ്പോൾ അമോണിയം കാർബണേറ്റ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത് നോക്കൂ. വീണ്ടും കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുക എക്സസ് ആയിട്ട്. ഓൺ പാസിംഗ് എക്സസ് കാർബൺ ഡയോക്സൈഡ് അമോണിയം ബൈകാർബണേറ്റ് ഈസ് ഫോംഡ്. വീണ്ടും കാർബൺ ഡയോക്സൈഡ് കടത്തിവിട്ടാൽ അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? അമോണിയം ബൈകാർബണേറ്റ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് sodium chloride gives sodium bicarbonate
അപ്പോൾ അമോണിയം ബൈകാർബണേറ്റിനെ നമ്മൾ സോഡിയം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു. സോ വി ഗെറ്റ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. നമുക്കതിനെ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് ചൂടാക്കുക. ചൂടാക്കിയാൽ സോഡിയം കാർബണേറ്റ് കിട്ടും. ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് കിട്ടും. അതായത് വാഷിംഗ് സോഡ കിട്ടും. The precipitated sodium bicarbonate is collected and heated to get sodium carbonate. അപ്പോൾ ഇതാണ് സ്റ്റെപ്പുകൾ. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് കാണാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ്? അമോണിയ സൊല്യൂഷൻ. അപ്പോൾ അമോണിയയും വെള്ളവും, ഇതാണ് അമോണിയ സൊല്യൂഷൻ. ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുക, കടത്തിവിടുക. അപ്പോൾ അമോണിയം കാർബണേറ്റ് കിട്ടും. ഇതിൻ്റെ ഫോർമുലയൊക്കെ പഠിക്കണേ. NH4 2 CO3 അമോണിയം കാർബണേറ്റ്. ഇനി എന്ത് ചെയ്യണം? അമോണിയം കാർബണേറ്റ് സൊല്യൂഷനിലൂടെ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടണം. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ്. ദെൻ വി ഗെറ്റ് അമോണിയം ബൈകാർബണേറ്റ്. അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും വായിക്കാം. അമോണിയം ബൈകാർബണേറ്റ്. ഇനി എന്താണ് ചെയ്തത്? അമോണിയം ബൈകാർബണേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ക്ലോറൈഡ്. Then we get ammonium chloride and sodium bicarbonate. ഉണ്ടോ? സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് കിട്ടി. ഈ അമോണിയം ക്ലോറൈഡ് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ അമോണിയം ക്ലോറൈഡ് ബൈ പ്രൊഡക്റ്റായി കിട്ടുന്നു. ഇത് നമുക്ക് ആവശ്യം വരും. അതെന്താണെന്ന് പറയാം. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് കിട്ടി. NaHCO3 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും വിളിക്കാം. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. നമുക്ക് അടുത്ത കോമ്പൗണ്ട് പഠിക്കാനുള്ളത് ഇതാണ്, ബേക്കിംഗ് സോഡ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതാണ് ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് നമുക്ക് ഈ പ്രോസസ്സ് വഴി ഉണ്ടാക്കാം എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി ഈ സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കളക്ട് ചെയ്തു, ചൂടാക്കുക. സോഡിയം ബൈകാർബണേറ്റ് ചൂടാക്കിയാൽ എന്തൊക്കെ കിട്ടും? സോഡിയം കാർബണേറ്റ്, പിന്നെ CO2, പിന്നെ H2O. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കിട്ടും. ഫ്രം ദി സൊല്യൂഷൻ ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് ഈസ് ക്രിസ്റ്റലൈസ്ഡ്. Na2CO3 10H2O. ഇറ്റ് ഈസ് വാഷിംഗ് സോഡ. ഇതാണ് നമ്മുടെ വാഷിംഗ് സോഡ. അപ്പോൾ സ്റ്റെപ്പുകൾ പഠിക്കുക, വളരെ ഈസിയാണ്. കഴിയുമെങ്കിൽ ഇക്വേഷൻ നോക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ അമോണിയം ക്ലോറൈഡ് നമുക്ക് ആവശ്യമുണ്ട് എന്ന്. എന്താണെന്ന് നോക്കാം. അമോണിയം ക്ലോറൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ എന്ത് കിട്ടി? അമോണിയ കിട്ടി. ഈ അമോണിയ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കാം. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയി കിട്ടുന്ന അമോണിയം ക്ലോറൈഡിൽ നിന്ന് വി ഗെറ്റ് അമോണിയ ബൈ ട്രീറ്റിംഗ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ സോൾവേ പ്രോസസ് ഈസ് എക്കണോമിക്. അമോണിയം ക്ലോറൈഡ് ഫോംഡ് ഈസ് ട്രീറ്റഡ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ടു ഗെറ്റ് അമോണിയ വിച്ച് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ. സോ സോൾവേ പ്രോസസ് ഈസ് എക്കണോമിക്. അപ്പം ഇങ്ങനെയാണ് സോൾവേ പ്രോസസ് എക്കണോമിക് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് സംശയം തോന്നാൽ പൊട്ടാസ്യം കാർബണേറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൂടെ? അല്ലേ? ചില കുട്ടികൾ ചോദിക്കും, സോഡിയം ക്ലോറൈഡിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് കിട്ടില്ലേ? കിട്ടും. സോഡിയം ക്ലോറൈഡിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് കിട്ടും. പൊട്ടാസ്യം ബൈകാർബണേറ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. കളക്ട് ചെയ്താലേ നമുക്ക് ചൂടാക്കാൻ പറ്റൂ. അരിച്ചെടുത്ത് ചൂടാക്കണം. അപ്പോൾ പൊട്ടാസ്യം ബൈകാർബണേറ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. സോ പൊട്ടാസ്യം കാർബണേറ്റ് cannot be prepared by Solvay process. Solvay process is not applied to manufacture of potassium carbonate. Reason എന്താണ്? Potassium bicarbonate is soluble in water and hence cannot be precipitated. അതുകൊണ്ട് അത് precipitate ആയിട്ട് മാറില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പൊട്ടാസ്യം കാർബണേറ്റ് സോൾവേ പ്രോസസ് വഴി ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. സോഡിയം കാർബണേറ്റ് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്. സോളിഡുകൾ രണ്ട് ടൈപ്പിലുണ്ട്, അടുത്ത വർഷം പഠിക്കും, ക്രിസ്റ്റലൈനും അമോർഫസും. ഇത് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഈസിലി സോലുബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ സോലുബിളാണ്. ഇനി അടുത്തത് ഒരു പ്രത്യേകതയാണ്. ഈ ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റിനെ ചൂടാക്കുക. 373 കെൽവിൻ വരെ ചൂടാക്കിയാൽ 9 വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോകും. നോക്കിക്കോളൂ, 10 ഉണ്ടായിരുന്നു,
ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഒരു H2O മാത്രമേ ഇവിടെ ഉള്ളൂ. 373 കെൽവിൻ്റെ മേലെ ചൂടാക്കിയാൽ വെള്ളമില്ലാത്ത സോഡിയം കാർബണേറ്റ് കിട്ടും, Na2CO3. ഇങ്ങനെ വെള്ളമില്ലാത്ത സോഡിയം കാർബണേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡ ആഷ്. അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് ഈസ് നോൺ ആസ് സോഡ ആഷ്. അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സോഡ ആഷ്. അടുത്ത പോയിന്റ്, സോഡിയം കാർബണേറ്റ് വെള്ളത്തിലിട്ടാൽ അല്ലേ വി ഗെറ്റ് ആൽക്കലൈൻ സൊല്യൂഷൻ. എങ്ങനെയാണത്? കാർബണേറ്റ് പാർട്ട് റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഫോം ആൽക്കലൈൻ സൊല്യൂഷൻ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. കാർബണേറ്റ് പാർട്ട് ഈസ് ഹൈഡ്രോലൈസ്ഡ് ബൈ വാട്ടർ റിസൾട്ടിങ് ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. അപ്പോൾ സോഡിയം കാർബണേറ്റും വാട്ടറും ചേർന്നാൽ ആൽക്കലൈൻ സൊല്യൂഷനാണ്. pH വിൽ ബി ഗ്രേറ്റർ ദാൻ 7. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് യൂസസ് ആണ്. ഇതിന് വാഷിംഗ് സോഡ എന്നുള്ള പേര് വരാൻ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. വെള്ളത്തിൻ്റെ പെർമനന്റ് ഹാർഡ്നെസ് മാറ്റാൻ വാഷിംഗ് സോഡ ഉപയോഗിക്കും. വെള്ളത്തിൻ്റെ പെർമനന്റ് ഹാർഡ്നെസ് മാറ്റാൻ വാഷിംഗ് സോഡ ഉപയോഗിക്കും. അപ്പോൾ വാട്ടർ സോഫ്റ്റനിങ്ങിന് ഉപയോഗിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് വാഷിംഗ് സോഡ. ഓക്കെ, പിന്നെ ഗ്ലാസിൻ്റെ നിർമ്മാണം, സോപ്പിൻ്റെ നിർമ്മാണം, ബൊറാക്സ്, ബോറോണിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ബൊറാക്സ്. കോസ്റ്റിക് സോഡ അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്, സോപ്പ്, ബൊറാക്സ് ആൻഡ് കോസ്റ്റിക് സോഡ. പിന്നെ പേപ്പർ, പെയിൻറ്, ടെക്സ്റ്റൈൽസ്, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിന് ഉപയോഗിക്കും. ഇൻ ഇൻഡസ്ട്രീസ്, ഇൻ ദ മാനുഫാക്ചർ ഓഫ് പേപ്പർ, പെയിൻറ്റ്സ് ആൻഡ് ടെക്സ്റ്റൈൽ. ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയേജൻ്റ് ആണത്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നമ്മൾ ലാബിൽ ഉപയോഗിക്കാറുണ്ട് അനാലിസിസിൽ. ഇറ്റ് ഇസ് എ ലബോറട്ടറി റിയേജൻറ്റ് അല്ലേ, ഇൻ ലബോറട്ടറി ആസ് എ റിയേജൻറ്റ്. ഇപ്പോൾ യൂസസ് ഒന്ന് രണ്ടെണ്ണം പഠിക്കാം. അപ്പോൾ സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് നമ്മൾ പഠിച്ചു, വാഷിംഗ് സോഡ. അത് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് സോൾവേ പ്രോസസ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാസ്യം കാർബണേറ്റ് സോൾവേ പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഒന്ന് രണ്ട് യൂസസ്, പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി വയ്ക്കുക. ഇനി അടുത്ത കോമ്പൗണ്ട് പരിചയപ്പെടാം. അടുത്ത കോമ്പൗണ്ടാണ് ബേക്കിംഗ് സോഡ. അതിൻ്റെ കെമിക്കൽ നെയിം സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അങ്ങനെയും വിളിക്കാം, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബേക്കിംഗ് സോഡ എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേക്കറീസ്. ബേക്കറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ, ചൂടാക്കുമ്പോഴാണ് ഡീകമ്പോസ് ചെയ്യുക, ചൂടാക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ, അതിൻ്റെ മാവിലൂടെ കടന്നു വരുമ്പോൾ ഹോൾസ് ഉണ്ടാവും. ഹോൾസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ കേക്കൊക്കെ വളരെ സോഫ്റ്റായിട്ട് മാറും, ലൈറ്റായിട്ട് മാറും, കനം കുറഞ്ഞതായിട്ട് മാറും, ഫ്ലഫി, നല്ല പതുപതുപ്പ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണ്. പഴംപൊരി ഉണ്ടാക്കുന്ന മൈദമാവിൽ സോഡിയം ബൈകാർബണേറ്റ് ചേർത്തു, എണ്ണയിലേക്ക് ഇട്ടു. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഈ മാവിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ പഴംപൊരി നല്ല ലൈറ്റ് വെയിറ്റ് ആവും അല്ലേ, പിന്നെ ഫ്ലഫി ആവും, നല്ല തടിച്ച് വീർത്ത് നല്ല അട്രാക്റ്റീവായിട്ട് വരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പാസ്ട്രീസ്, ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ ഫുഡ് ഐറ്റംസ് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബേക്കിംഗ് സോഡ. So why it is called baking soda? Reason, it decomposes producing bubbles of carbon dioxide on heating. This is the reason why holes are formed in cakes or pastries, and as a result they are light and fluffy. Okay, ചില ഹോട്ടലിൽ അല്ലേ ചോറ് വയ്ക്കുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ചേർക്കാറുണ്ട്. അപ്പോൾ ആ ചോറിൻ്റെ വറ്റൊക്കെ നല്ല വലിപ്പമുള്ളതായിരിക്കും. അധികം കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയും. അതുകൊണ്ട് പെട്ടെന്ന് മതിയാക്കും. അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു പോയാലും അല്പം മാത്രമേ കഴിക്കാൻ പറ്റൂ. ഓക്കെ, എൻ്റെ ഇക്വേഷൻ നോക്കിക്കോളൂ. സോഡിയം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, പിന്നെ വാട്ടറും സോഡിയം കാർബണേറ്റുമാണ്. ശരിയല്ലോ. ഇനി
നേരത്തെ പറഞ്ഞു ചൂടാക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത് കൊണ്ട് ഇത് ഫയർ എക്സ്റ്റിങ്വിഷറായിട്ട് ഉപയോഗിക്കാറുണ്ട്. തീ കെടുത്താൻ സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കും. കാരണം സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്വിഷറാണ്. ഇപ്പോൾ സിനിമ ടാക്കീസിലൊക്കെ സ്ക്രീനിൻ്റെ അടുത്ത് ഒരു ബക്കറ്റിൽ മണലും സോഡിയം ബൈകാർബണേറ്റും നിറച്ചു വെച്ചിട്ടുണ്ടാവും. സ്ക്രീനിന് തീ പിടിക്കുകയാണെങ്കിൽ ഈ സോഡിയം ബൈകാർബണേറ്റും മണലും, അതായത് സാൻഡ്, രണ്ടും കൂടെ ചേർന്ന മിശ്രിതം നമ്മൾ സ്ക്രീനിലേക്ക് എറിഞ്ഞാൽ മതി. ചൂട് തട്ടിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. അത് തീജ്വാലയെ കെടുത്തും. സോ സോഡിയം ബൈകാർബണേറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിങ്വിഷർ. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നോക്കാം. സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്താൽ മതി. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ, സോഡിയം ബൈകാർബണേറ്റ് ഈസ് ഫോംഡ്. സോഡിയം ബൈകാർബണേറ്റ് കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്കൊരു ട്രിക്ക് പറയാം. സോൾവേ പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് കിട്ടുന്നുണ്ട്? സോഡിയം ബൈകാർബണേറ്റ് കിട്ടുന്നുണ്ട്. ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചാലും മതി. ഓക്കെ, ഇതിൻ്റെ 1-2 ഉപയോഗങ്ങൾ പറയാം. യൂസസ്: ഇറ്റ് ഈസ് ആൻ ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ. ഡെറ്റോളിനെ പോലെ രോഗാണുക്കളെ നശിപ്പിക്കും. ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആണ് സ്കിൻ ഇൻഫെക്ഷൻ ഉള്ളത്. പിന്നെ ഫോർ എക്സ്റ്റിങ്വിഷിങ് ഫയർ. പിന്നെ ലാബ് റിയേജൻ്റ് ആണ് അല്ലേ. ഫോർ ബേക്കിംഗ് നമ്മൾ പറഞ്ഞതാണ്. ഫോർ ബേക്കിങ്ങിന് വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കും. ഇനി നോക്കേണ്ടത് 1-2 പ്രോപ്പർട്ടീസാണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, സോലുബിൾ ഇൻ വാട്ടർ, ആൻഡ് ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. ഇതാണ് 2 പ്രോപ്പർട്ടികൾ. പിന്നെ ലാബ് റിയേജൻ്റ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാബ് റിയേജൻ്റ് ആണ്. ഓക്കെ, ബേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. 1-2 പ്രോപ്പർട്ടി. വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, സോലുബിൾ ഇൻ വാട്ടർ, ആൻഡ് ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ പരിചയപ്പെട്ടു. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്ന് വാഷിംഗ് സോഡ, മറ്റൊന്ന് ബേക്കിംഗ് സോഡ. ഇനി നമുക്കിതിൽ കാൽഷ്യത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളാണ് പരിചയപ്പെടാനുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇത് ഫോക്കസ് ഏരിയ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വിശദമായി നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ബൈ.